നമസ്കാരം, നിളവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി പൊതുശ്മശാനം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. മുഹമ്മദ് മൂസിൻ MLA പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 55 ലക്ഷം രൂപ ചെലവഴിച്ചുള്ള പ്രവൃത്തികൾക്കാണ് തുടക്കമായത്. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പട്ടാമ്പി പൊതുശ്മശാനം യാഥാർത്ഥ്യമാകുന്നത്. പൊതുശ്മശാനം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ മുന്നോടിയായാണ് മുഹമ്മദ് മോസിൻ MLA അനുവദിച്ച 55 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഇവിടെ നടപ്പാക്കുന്നത്. പട്ടാമ്പി നമ്പർ റോഡിലെ ഭാരതപ്പുഴയത്താണ് പൊതുശ്മശാനം യാഥാർത്ഥ്യമാക്കുക. നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം മുഹമ്മദ് മോസിൻ MLA നിർവഹിച്ചു. ഒരു വലിയ വികസന പദ്ധതിയായിട്ട് അങ്ങനെ കണക്കാക്കാറില്ല. പക്ഷേ പട്ടാമ്പിയുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. മാത്രമല്ല, ഏതാണ്ട് 6 പതിറ്റാണ്ടായിട്ടുള്ള ഈ സ്ഥലം വിട്ടു തന്നതിന് ശേഷം 6 പതിറ്റാണ്ടായിട്ടുള്ള ആവശ്യമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും വലിയൊരു ജനകീയ ആവശ്യം യാഥാർത്ഥ്യമാകുക എന്നതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഞാൻ വിദ്യാർത്ഥിയാകുമ്പോൾ സ്കൂളിൽ സ്കൂൾ കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് പട്ടാമ്പിയിൽ വെച്ച് ചില പ്രതിഷേധ പരിപാടികളൊക്കെ ഞാൻ കണ്ടു. അന്ന് ശ്മശാനത്തിന് വേണ്ടിയിട്ടുള്ള ചില കൂട്ടായ്മകളും വിഷയങ്ങളും ഒക്കെ നടക്കുന്നത് കണ്ട് അന്ന് വിദ്യാർത്ഥിയാകുമ്പോൾ ഞാൻ ഒരു ശ്മശാനം എന്തുകൊണ്ട് പട്ടാമ്പിയിൽ ആരംഭിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. പി വിജയകുമാർ, കെ രാജൻ, കവിത, കെ ടി റുക്കിയ, കെ ആർ നാരായണസ്വാമി, സി സംഗീത, സി എസ് സാജിദ്, സുരേഷ്, താലൂക്ക് തഹസിൽദാർ ടി പി കിഷോർ, NP വിജയകുമാർ, മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വി കെ ശ്രീകണ്ഠൻ MPയുടെ ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ ശ്മശാനത്തിനായി അനുവദിച്ചിട്ടുണ്ട്. നാഗലശ്ശേരി പഞ്ചായത്തിലെ 7-ാം വാർഡിൽ പിലാക്കട്ടിരി കള്ളിക്കുന്ന് SC കോളനിക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന വിധം കുന്നിടിച്ച് മണ്ണും പാറയും ഖനനം ചെയ്യുന്നതിനെതിരെ സമരരംഗത്തിറങ്ങുമെന്ന് നാട്ടുകാർ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള കുന്നിടിച്ച് എല്ലാ മാനദണ്ഡങ്ങളും മറികടന്നാണ് മണ്ണും പാറയും ഖനനം ചെയ്ത് കടത്തിക്കൊണ്ടു പോകുന്നതെന്ന് കോളനി നിവാസികൾ ആരോപിച്ചു. 193/1A16, 193/A27, 194/A4 എന്നീ സർവേ നമ്പറിലുള്ള സ്ഥലത്തുനിന്നാണ് ജിയോളജി വകുപ്പിന്റെ അനുമതിയുടെ മറവിൽ വീടുകളുടെയും ജലസംഭരണികളുടെയും അതിരുകളിൽ നിന്ന് അകലം പാലിക്കാതെ വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണും പാറയും ഖനനം നടത്തുന്നത്. പാവപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 20-ൽ പരം കുടുംബങ്ങളാണ് പ്രകൃതി ചൂഷണത്തിന്റെ ഇരകളായി വൻ ദുരന്ത ഭീഷണി നേരിടുന്നത്. വേനലിൽ കുടിവെള്ളക്ഷാമവും വർഷകാലത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയും നേരിടുന്ന പ്രദേശവാസികൾ അതിജീവന പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. പിലാക്കാട്ടിരി പെരിങ്ങോട് റോഡ്, വാവന്നൂർ കറുകപ്പുത്തൂർ റോഡ്, പെരുമ്പിലാവ് പട്ടാമ്പി റോഡ് എന്നീ നിരത്തുകൾക്കും കുന്നിടിച്ചുള്ള ഖനനം മൂലം കെടുതി ഭീഷണി നേരിടാനുള്ള സാധ്യതയുണ്ടെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം അവർ 50 മീറ്ററിന്റെ അപ്പുറമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതല്ലാതെ തന്നെ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടിന്റെ അടുത്തുനിന്നാണ് ഇപ്പൊ ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ എന്താ കുഴപ്പമെന്ന് അവിടുന്ന് അത്രയും താഴ്ചയിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് താഴത്താണ് നമ്മുടെ വീടുകൾ. ഇത് ഉയർത്തുനിന്ന് ഇടിച്ചു കഴിഞ്ഞാൽ താഴത്തുള്ള വീടുകളിലെ കിണറുകളുണ്ട്, അതിൽ ഉറവുണ്ടാവില്ല. ഈ കുന്നിന്റെ മേലെ താഴ്ന്ന വെള്ളമാണ് നമുക്ക് ഉറവായിട്ട് വന്നിട്ട് നമ്മുടെ കിണറ്റിലൊക്കെ ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം ഇത്രയും വീടുകൾ താമസിക്കുന്നവർക്ക്. ഇത് ഇടിച്ച് താത്തി കഴിഞ്ഞാൽ അവിടെ വെള്ളം നിൽക്കില്ല, അത് അങ്ങനെ ഒലിച്ച് അപ്പുറത്ത് സൈഡിൽ കൂടെ ഒലിച്ചു പോകുള്ളൂ. അത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യം, നമ്മുടെ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ട സ്ഥിതിയിലാവും. വില്ലേജ് ഓഫീസർ മുതൽ ജില്ലാ കളക്ടർ വരെയും പഞ്ചായത്ത്, പോലീസ് അധികാരികൾ എന്നിവർക്കെല്ലാം പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ പരാതിപ്പെട്ടു. ഇനിയിപ്പോ ഇങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഒന്ന് നീറ്റ് ഓടാനും കൂടി കാലുകൊണ്ട് വയ്യ, അത്രേ ഉള്ളൂ, കാലുകൊണ്ട് വയ്യ. ഇത്രയും വീട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നവരത് ഞങ്ങളോട് ആരോടും പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞു, എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, മെമ്പറോട് അന്വേഷിച്ചു. അപ്പം മെമ്പർ പറഞ്ഞു അങ്ങനെ ഉണ്ടിച്ച പഞ്ചായത്തിൽ അറിയത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അതൊക്കെ വെറുതെ പറയണം. മെമ്പർ പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാ പറയണത്. അധികൃതർ അനാസ്ഥ തുടരുകയാണെങ്കിൽ ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത VB മുരളീധരൻ, PV ബാലകൃഷ്ണൻ, K സുനിൽ, K സരസ്വതി, VP തങ്കമണി എന്നിവർ അറിയിച്ചു. മുക്കാഭാഗം ഇങ്ങനെ
എടുത്തു കഴിഞ്ഞു. ഈ 20ഓളം കുടുംബങ്ങളുള്ള ഈ കുന്നിന്റെ മുനമ്പ് മാത്രം അവിടെ നിൽക്കുക. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം, ഈ ഒരു പ്രദേശം ഏതാണ്ട് ഒരു 10-15 സെന്റ് സ്ഥലമുള്ള ഒരു മുനമ്പ്, ഈ അതിൽ 10-20 വീടായിട്ട ഒരു കോളനി അവിടെ നിൽക്കുക. അത് സംഭവിക്കാൻ പോകുന്നതാ. ആ കുന്ന് എന്നുള്ളൊരു മുനമ്പായിട്ട് മാറും. അത് വർഷക്കാലത്ത് അത് നാമാവശേഷമാവും എല്ലാ റോഡിലേക്കും. ഈ പറഞ്ഞ പോലെ നിലമ്പൂർ റോഡിലേക്ക് ഒഴുകും, നിലമ്പൂർ പെരുമ്പലാവ് റോഡിലേക്ക് ഒഴുകും, വാവനൂർക്ക് ഒഴുകും. അതുപോലെ തന്നെ നേരെ ഇടിഞ്ഞിട്ട് അതിന്റെ അടിയിൽ പ്രകാശം, ഇപ്പൊ ഇതിന്റെ ഉടമ വരുന്നുണ്ടല്ലോ, ഈ പവിത്രൻ എന്ന് പറയുന്ന ആളുടെ അവിടേക്ക് അടിഞ്ഞുകൂടും. അതുപോലെ തന്നെ അതിന്റെ പ്രദേശത്ത് 4 ഭാഗത്തും അടിഞ്ഞുകൂടും. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പരുതൂർ ഗ്രാമപഞ്ചായത്തിന് മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രസിഡന്റ് APM സക്കറിയ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 2 വർഷക്കാലത്തിലധികമായി നടത്തിയ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ സുപ്രധാനമായ ഒരു ഘട്ടം ഇതോടെ പഞ്ചായത്ത് പിന്നിട്ടതായി പ്രഖ്യാപനം നിർവഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ പറഞ്ഞു. സ്വന്തമായി MCF കെട്ടിടം, മുഴുവൻ വാർഡുകളിലും മിനി MCFകൾ, പ്രധാന കേന്ദ്രങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ, മുന്നറിയിപ്പ് സന്ദേശ ബോർഡുകൾ എന്നിവ സ്ഥാപിച്ചു കഴിഞ്ഞു. കൂടാതെ മാലിന്യ നീക്കത്തിന് പഞ്ചായത്തിന്റെ സ്വന്തമായ വാഹനം അടുത്തയാഴ്ച പഞ്ചായത്തിലെത്തുകയും ചെയ്യും. ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കൃത്യമായ രീതിയിൽ ശേഖരിക്കുന്ന പ്രവൃത്തികളും ഊർജിതമാണ്. ഗ്രാമപഞ്ചായത്തിലെ നാടപ്പറമ്പ്, കരുവാൻപടി, കൊടിക്കുന്ന്, പള്ളിപ്പുറം തുടങ്ങി 4 പ്രധാന ടൗണുകൾ ഹരിത ടൗണുകളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഹരിത ടൗൺ ശുചീകരിക്കുന്നതിന് വേണ്ടി 2 ശുചീകരണ തൊഴിലാളികളെ ഗ്രാമപഞ്ചായത്ത് നിയമിക്കുകയും ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ സേവനം ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ സമയം ലഭ്യമാക്കുന്നതുൾപ്പെടെ നിരവധി കാര്യങ്ങളാണ് പഞ്ചായത്ത് മാലിന്യ സംസ്കരണത്തിനു വേണ്ടി ചെയ്തു പോരുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാഹിദ ജലീൽ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി മഞ്ജുഷ, അസിസ്റ്റന്റ് സെക്രട്ടറി സാബു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജയരാജ്, സെക്രട്ടറി സൈനുദ്ദീൻ, സാമൂഹിക പ്രവർത്തകരായ സലീം മുടപ്പക്കാട്, നിസാർ, ആശാവർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, അംഗനവാടി ടീച്ചർമാർ തുടങ്ങി നിരവധി പേർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. സ്കീം ഇക്കോ സിസ്റ്റം പദ്ധതിയുടെ ഭാഗമായി പട്ടാമ്പി BRC പരിധിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പ്രൊജക്ട് റിപ്പോർട്ടുകളുടെ പ്രകാശനം നടന്നു. മുഹമ്മദ് മൂസിൻ MLA പ്രകാശനം നിർവഹിച്ചു. സമഗ്ര ശിക്ഷ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും സംയുക്തമായി പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഗവേഷണാഭിരുചി വളർത്തുവാനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്കീം ഇക്കോ സിസ്റ്റം. പട്ടാമ്പി BRC പരിധിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിലെ UP ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ ശീലം മാറ്റാം, സ്മാർട്ടാകാം, മണ്ണിനെ അറിയാം, നല്ലൊരു നാളേക്കായി എന്നീ 3 ഗവേഷണ പ്രൊജക്ടുകൾ ഇതിന്റെ ഭാഗമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ബ്ലോക്ക് തല പ്രൊജക്ടുകളുടെ അവതരണവും പ്രകാശനവുമാണ് പട്ടാമ്പി GMLP സ്കൂൾ വെച്ച് നടന്നത്. മുഹമ്മദ് മോസിൻ MLA ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന മാറ്റം വളരെ ശ്രദ്ധേയമാണ്. പരിമിതമായ സൗകര്യങ്ങളിൽ ക്ലാസ് മുറികളിൽ പഠിക്കാൻ വേണ്ട സൗകര്യങ്ങൾ മാത്രമല്ല, സമയബന്ധിതമായി പാഠപുസ്തകങ്ങളും ഇല്ലാത്ത കാലത്ത് വലിയ പരിമിതികൾ ഉണ്ടായിരുന്ന സമയത്താണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം മുന്നോട്ട് വരുന്നത്. അത് കേരളത്തിലുണ്ടാക്കിയത് ഇൻഫ്രാസ്ട്രക്ചറൽ ബൂമാണ്. എല്ലാ വിദ്യാലയങ്ങളിലും മികച്ച കെട്ടിടങ്ങളായി. ഇപ്പൊ നിങ്ങളിരിക്കുന്ന ഈ വിദ്യാലയം കൂട്ടിപ്പോകാൻ തീരുമാനിച്ച വിദ്യാലയമായിരുന്നു. കുട്ടികളുടെ എണ്ണം കുറഞ്ഞ് സൗകര്യങ്ങളില്ലാത്ത വിദ്യാലയമായിരുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഈ കെട്ടിടവും ഈ ഓഡിറ്റോറിയം അടക്കമുള്ള കാര്യങ്ങൾ, ബസ്, കിച്ചൺ അടക്കം വലിയ മാറ്റങ്ങൾ വിദ്യാലയങ്ങളിൽ വന്നു. അപ്പൊ കെട്ടിടങ്ങളും സൗകര്യങ്ങളുമായി 11.5 ലക്ഷത്തോളം കുട്ടികൾ പുതുതായി സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് കടന്നു വന്നു. പാഠപുസ്തകങ്ങൾ സമയബന്ധിതമായി കിട്ടുന്നില്ല എന്നൊരു പ്രശ്നം അതിന് പരിഹാരം വന്നു. ഇപ്പൊ തന്നെ അടുത്ത വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ വിദ്യാലയത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. പാഠപുസ്തകങ്ങളും സമയബന്ധിതമായി എത്താൻ തുടങ്ങി. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളെ കുറിച്ച് പൊതുവായിട്ട് പറഞ്ഞിരുന്നത് മാതൃഭാഷയായിട്ടുള്ള മലയാളം പോലും നന്നായിട്ട് സംസാരിക്കാൻ അവർ പഠിക്കുന്നില്ല എന്നതായിരുന്നു ആക്ഷേപം. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു. പട്ടാമ്പി AEO RP ബാബുരാജ്, പട്ടാമ്പി BPC VP മനോജ്, പ്രൊജക്ട് അഡ്വൈസർ ഗീത തങ്കം, വിവിധ വിഷയമേഖലകളിലെ വിദഗ്ധരായ ഡോക്ടർ B സൗമ്യ, VP ഗാഥ, LP ദിവ്യ, BRC ട്രെയിനർ TK സ്മിത, ക്ലസ്റ്റർ കോർഡിനേറ്റർ K ഷീബ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പരിപാടിയിൽ UP HSI വിഭാഗങ്ങളിലെ ബ്രോഷർ, പ്രൊജക്ടുകൾ എന്നിവയുടെ പ്രകാശനവും അവതരണവും നടന്നു. കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ലഹരിക്കെതിരെ സന്ദേശവുമായി വിരമിച്ച വിദ്യാലയത്തിൽ നിന്നും മാത്തൂരിലെ വീട്ടിലേക്കുള്ള 10 കിലോമീറ്റർ ദൂരം ഓടി KM റഷീദ് മാഷിന്റെ വിരമിക്കൽ ഓട്ടം സമൂഹ മാധ്യമങ്ങളിലും വൈറലാണ്.
ലഹരി ഉപയോഗവും അതുമൂലമുള്ള ആക്രമണങ്ങളും നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നതിനിടെയാണ് ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായി KM റഷീദ് മാസ്റ്ററുടെ 1000 കിലോമീറ്റർ വിരമിക്കലോട്ടം. ജോലി ചെയ്യുന്ന ALPS ചെറുജാൽപ്പുറം സ്കൂളിൽ നിന്നും 25 വർഷത്തെ അധ്യാപന സർവീസ് പൂർത്തിയാക്കി വിരമിക്കുന്ന റഷീദ് മാഷ് തന്റെ അവസാന സ്കൂൾ പ്രവൃത്തി ദിനമായ വെള്ളിയാഴ്ച വൈകിട്ട് സ്കൂളിൽ നിന്നും ജോലി അവസാനിപ്പിച്ച ശേഷം 10 കിലോമീറ്റർ ദൂരം ഓടിയാണ് തന്റെ മാത്തൂരിലെ വീട്ടിലെത്തിയത്. വൈകിട്ട് 5 മണിക്ക് സ്കൂളിൽ നിന്ന് തുടങ്ങിയ ഓട്ടം മൈലാഞ്ചിക്കാട്, വാവന്നൂർ, കൂറ്റനാട്, തൊഴുക്കാട്, പെരിങ്ങോട്, ആമക്കാവ് വഴി 6:30 മാത്തൂരിലുള്ള സ്വവസതിയിലെത്തി. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം അസീബ് റഹ്മാൻ ഫ്ളാഗ് ഓഫ് ചെയ്ത വിരമിക്കലോട്ടത്തിൽ റണ്ണേഴ്സ് പെരിങ്ങോടിന്റെ അംഗങ്ങളും സ്കൂൾ സ്റ്റാഫും വിദ്യാർത്ഥികളും PTA അംഗങ്ങളും നാട്ടുകാരുമടക്കം 100ഓളം പേരും അണിനിരുന്നു. ഓട്ടം പൂർത്തീകരിച്ച ശേഷം ഓട്ടത്തിൽ പങ്കാളികളായവരെ ഉൾപ്പെടുത്തി നോമ്പുതുറയും ഒരുക്കിയിരുന്നു. തുടർന്ന് നടന്ന ചടങ്ങിൽ റണ്ണേഴ്സ് പെരിങ്ങോട് അംഗങ്ങൾ റഷീദ് മാസ്റ്ററെ ആദരിച്ചു. സ്കൂൾ മാനേജർ ഹമീദ്, പ്രധാനാധ്യാപിക ശാന്തി, അസിസ്റ്റന്റ് കോച്ച് വിപിൻ, രാധിക ശ്രീകുമാർ, ഉഷ M, അഭിലാഷ്, വിമൽ ചന്ദ്രൻ, MP വിജയൻ എന്നിവർ സംസാരിച്ചു. കോച്ച് MP മണി സ്വാഗതവും T ധർമ്മരാജ് നന്ദിയും പറഞ്ഞു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനം വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ടു പോകുന്നത്. തവണ ഭിന്നശേഷിക്കാരായ 13 പേർക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് സൈഡ് വീൽ ഘടിപ്പിച്ച മോട്ടോർ സൈക്കിളുകൾ നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു സ്കൂട്ടറിന് 1.14 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നൽകുന്നത്. 22 ലക്ഷം രൂപയാണ് ഇതിനായി നീക്കിവെച്ചത്. ജനറൽ വിഭാഗത്തിൽ 9 പേർക്കും SC വിഭാഗത്തിൽ 4 പേർക്കുമാണ് സ്കൂട്ടറുകൾ നൽകിയത്. ഇതിൽ 4 പേർ വനിതകളാണ്. ഭിന്നശേഷിക്കാരുടെ ക്ഷേമ പ്രവർത്തനത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിവർഷം വലിയ തുകയാണ് വകയിരുത്തുന്നതെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ വിതരണോദ്ഘാടന ചടങ്ങ് നിർവഹിച്ച് സംസാരിക്കവേ പറഞ്ഞു. കാരണം ഞങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ വഹിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം 2022-23 വർഷം നടപ്പിലാക്കേണ്ട ഒരു പദ്ധതിയാണ് നമ്മളിപ്പോൾ ഈ വർഷം 2024-25 വർഷത്തിൽ നമ്മൾ നടപ്പിലാക്കുന്നത്. അതിനുണ്ടായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു. നമുക്കറിയാം അതിൽ വീഴ്ച പറ്റിയത് പല ഉദ്യോഗസ്ഥരാണ്. നമുക്കറിയാം ഞങ്ങൾ ഫണ്ട് വെക്കുമ്പോൾ അത് നടപ്പിലാക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ്. ഞങ്ങൾക്ക് ഫണ്ടുകൾ നീക്കി വെക്കാനേ സാധിക്കുള്ളൂ. അപ്പൊ ആ ഫണ്ടുകൾ നീക്കി വെക്കുമ്പോൾ അത് കൃത്യമായി നിർവഹണം നടത്തുന്നത് അത് ഉദ്യോഗസ്ഥരാണ്. എന്തായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ CDP ആണ് കൂടുതൽ അലംഭാവം കാണിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് ആ വർഷത്തിലാർക്കും കൊടുക്കാൻ സാധിക്കാതെ വീണ്ടും അത് സ്പിൽ ഓവറായി ഇപ്രാവശ്യത്തെ വർഷത്തിലേക്ക് നമുക്കത് കൊടുക്കേണ്ടി വന്നത്. അപ്പൊ ആ വർഷം ഒരു 10-12 പേരെ നമുക്ക് നഷ്ടമായി. പിന്നീട് വരുന്ന പുതിയ അപേക്ഷകൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയാതെ വന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നേരത്തെ 9 പേർക്ക് സ്കൂട്ടർ നൽകിയിരുന്നു. ഇതടക്കം 22 പേർക്കാണ് നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് മുച്ചക്ര വാഹനം നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് K റഷീദ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ തസ്നീമ ഇസ്മയിൽ, PP ഉണ്ണികൃഷ്ണൻ, അംഗങ്ങളായ PT മുഹമ്മദ് കുട്ടി, ഷെഫീന ഷുക്കൂർ, MK മുഹമ്മദ്, PK ബഷീർ, V സൈദലവി, P പ്രസന്ന, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ KP സുപ്രഭ, CDPO പ്രിയ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കാണാതായ പട്ടിത്തറ ആലൂരിലെ പൊതുപ്രവർത്തകൻ KP ബാലനെ കണ്ടെത്താനായില്ല. അന്വേഷണം ഊർജിതമാക്കി തൃത്താല പോലീസ്. പട്ടിത്തറ പഞ്ചായത്തിലെ ആലൂർ കാശാമുക്ക് സ്വദേശിയും പൊതുപ്രവർത്തകനുമായ KP ബാലസുബ്രഹ്മണ്യൻ എന്ന KP ബാലനെ വെള്ളിയാഴ്ച വൈകിട്ട് മുതലാണ് കാണാതായത്. 64 വയസ്സാണ് പ്രായം. മെലിഞ്ഞ ശരീരപ്രകൃതിയാണ്. നരച്ച താടി, വെള്ള ഖദർ ഷർട്ടും മുണ്ടുമാണ് സ്ഥിരം വേഷം. ഒരു ദിവസം പിന്നിട്ടിട്ടും കണ്ടെത്താനാകാതെ വന്നതോടെ തൃത്താല പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അതേസമയം ഗുരുവായൂർ ഭാഗത്തുണ്ടെന്ന തരത്തിൽ വിവരം ലഭിച്ചുവെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തത കൈവന്നിട്ടില്ല. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ മകൻ ഹരിയുടെ 97 44 97 53 36 എന്ന ഫോൺ നമ്പറിലോ അറിയിക്കുക. ചാലിശ്ശേരി ആലിക്കര AFC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമവും പോലീസ് സ്റ്റേഷനുമായി സഹകരിച്ച് ലഹരി വിരുദ്ധ ക്യാമ്പും നടത്തി. ആലിക്കര മദ്രസ പരിസരത്ത് നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണം ചാലിശ്ശേരി പോലീസ് സീനിയർ CPO B ഷൈജു ക്ലാസ് എടുത്തു. ക്ലബ് സെക്രട്ടറി ഉമ്മർ അധ്യക്ഷനായി. അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ഗോകുൽദാസ്, സംസ്കൃതത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആരതി, ബോഡി ബിൽഡിംഗിൽ മിസ്റ്റർ തൃശൂരായി തെരഞ്ഞെടുത്ത മുഹമ്മദ് ഷിബിൽ, ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇർസാൻ എന്നിവരെ ആദരിച്ചു. വാർഡ് മെമ്പർ ഷഹന മുജീബ്, CPO നിതിൻ, ക്ലബ് പ്രസിഡന്റ് മനീഷ്, ട്രഷറർ ഷമ്മാസ് എന്നിവർ സംസാരിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം നടന്ന സമൂഹ നോമ്പുതുറയിൽ ജാതി മത വ്യത്യാസമില്ലാതെ നിരവധി പേർ പങ്കെടുത്തു. പരിപാടിക്ക് പ്രസിഡന്റ് MS മനീഷ്, സെക്രട്ടറി ഉമ്മർ, ട്രഷറർ ഷമ്മാസ്, MK ശരത്ത്, വിനീഷ്, നിസാർ, ഷർഫു എന്നിവർ നേതൃത്വം നൽകി.
വരവൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്നൊരുക്കി. വനിതാ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുനിത, വൈസ് പ്രസിഡന്റ് കെ ബാബു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ യശോദ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ഹിദായത്തുള്ള, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ സേതുമാധവൻ, PS പ്രദീപ്, കെ ജിഷ, ടി സജീഷ്, കെ അനിത, കുടുംബശ്രീ ചെയർപേഴ്സൺ കെ പുഷ്പ, ഹരിതകർമ്മസേന സെക്രട്ടറി ശ്രീവള്ളി എന്നിവരും ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.